ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു ശങ്കർ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളും. കൃഷ്ണകുമാർ നമുക്കറിയാം, BJP-യുടെ നേതാവും അതുപോലെ ടെലിവിഷൻ സീരിയൽ രംഗത്ത് ഒരു നടനും. അദ്ദേഹത്തിൻ്റെ മകളും കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. അങ്ങനെ വിളയാടാൻ കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്കും എതിരെ ആദ്യം ഒരു കേരള പോലീസ് ഒരു കേസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ആരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നില്ല. ഇത് രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സിൻസിയറായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇവരോട് പൂർവ്വ വൈരാഗ്യമൊന്നും ഉണ്ടാവാൻ ഇടയില്ലല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്. പക്ഷെ അങ്ങനൊരു FIR ഇട്ടതിന് ശേഷം പിന്നീട് അത് എവിടെ പോയി? അത് കാറ്റത്ത് പറന്നു പോയോ? അതോ ഇവർക്ക് ഇത്രയും സ്വാധീനവും പണവും ഉള്ളതുകൊണ്ട് അത് പിന്നീട് ലോകം കാണാതിരുന്നതാണോ? കൃഷ്ണകുമാർ തന്നെ പറയുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു എന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത്? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ BJP-യുടെ IT സെല്ല് കുറേ ഹാൻഡ്ലേഴ്സ് അവർക്ക് ഉണ്ട്. കോടിക്കണക്കിന് രൂപയാണല്ലോ BJP പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോൾ BJP നേതാവായ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ന്യൂസുകളുടെ പ്രളയമാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നമ്മളിപ്പോൾ കമൻറ്റ് നോക്കിയാൽ തന്നെ ഒരൊറ്റ ആൾ പോലും ഈ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. ഈ പെൺകുട്ടികൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത് തീരുമാനിക്കുന്നത് കൃഷ്ണകുമാറോ അദ്ദേഹത്തിൻ്റെ ഈ ഗർഭിണിയായിട്ടുള്ള മകളോ അല്ല. അവർ ഗർഭിണിയായിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നത് വീണ്ടും അവർ ഇത് ചാനലുകളിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർ തന്നെ പറയുന്നൊരു കാര്യമാണ്. ഗർഭിണികൾക്ക് ഈ രാജ്യത്തിലെ ഭരണഘടനയോ നിയമവ്യവസ്ഥയോ ഒന്നും ബാധകമല്ലേ? അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അകത്ത് കിടക്കേണ്ട വകുപ്പ് പ്രകാരമാണല്ലോ അന്ന് ആദ്യം കേസെടുത്തത്. പിന്നീട് ഇത് എവിടെ പോയി? അവർ ഗർഭിണിയായതുകൊണ്ട് അവർ വെറുതെ വിട്ടതാണോ? അല്ലെങ്കിൽ കൃഷ്ണകുമാർ BJP നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടതാണോ? ഈ ചോദ്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ ഈ കുട്ടികളെ ക്രിമിനലുകളാണ് എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. അദ്ദേഹം ജഡ്ജാണോ? അദ്ദേഹത്തിന് അങ്ങനെയുള്ള അധികാരങ്ങൾ BJP ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ? അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു വിചാരണ കൂടാതെ ആളുകളെ ഇതുപോലെ ക്രിമിനലുകളെന്നും കള്ളികളെന്നും മുദ്രകുത്തി സമൂഹത്തിന് മുന്നിൽ ഇതുപോലെ അപമാനിക്കുന്നത് അവർ പാവങ്ങളായതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്ന കണക്ക് മുക്കുവ സ്ത്രീകളായതുകൊണ്ടല്ലേ? ഇപ്പോൾ ഇവരുടെ ജാതി പറഞ്ഞു അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തിൽ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തിയോ? അതിനെന്തെങ്കിലും തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ ചാനലുകളാരും ഈ കാര്യങ്ങൾ ചോദിക്കുന്നില്ല? 24 ചാനലിൻ്റെ ഒരു ചർച്ച ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അതിനകത്തൊരു റിട്ടയർഡായിട്ടുള്ള SP ഇരിപ്പുണ്ട്. അദ്ദേഹം വെറുതെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. കൃഷ്ണകുമാർ വന്ന് സംസാരിക്കുന്നുണ്ട്. അല്ലാതെ മൂന്നാമത് ഈ ഒരാളവിടെ ഇല്ല. ഈ പെൺകുട്ടികളുടെ ഭാഗം പറയാൻ അവരിലൊരാളോ അവരുടെ ഒരു പ്രതിനിധിയോ ഒന്നുമില്ല. മീഡിയ തന്നെ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളൊന്നും ഇവരുടെ ഭാഗം ആദ്യം അവർ നടത്തിയൊരു പത്രസമ്മേളനം ഒഴിച്ചാൽ പിന്നീട് അവരെ നമ്മൾ കണ്ടിട്ടില്ല. അവരെവിടെ പോയി? അപ്പോൾ അവരെ വലിയ രീതിയിൽ ഒതുക്കിക്കളയാണ്. വീണ്ടും വീഡിയോകളുടെ അവരുടെ ഈ കൃഷ്ണകുമാറിൻ്റെയും മകളുടെയും പത്രസമ്മേളനം വരുത്തി അവരുടെ ഭാഗം മാത്രം സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചു. ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാതിരിക്കുന്ന ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും കേരളം മുഴുവൻ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും ക്രൂരമായ ഒരു സമൂഹമാണ് നമ്മളുടെ എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഭാഗം കേൾക്കാത്ത ഒരു സമൂഹം. പിന്നെ കൃഷ്ണകുമാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നേതാവ് ആവാൻ ഒരിക്കലും യോജിച്ച ഒരാളല്ല. അയാൾ പറയുന്നു,
എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും എന്നുള്ളൊരു രീതി. അത് അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ജാതി അധിക്ഷേപമൊക്കെ കുറഞ്ഞത് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്കൊരു പൗരനെന്ന നിലയിൽ തോന്നുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനകളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കൊന്നും എതിരെ ഒരു നടപടിയും എടുക്കാത്തത് പിണറായിക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് നട്ടലില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം പോലീസുകാർക്ക് ആ സിൻസിയറിറ്റി ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിലൊരു FIR ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിനുശേഷം അവർ അതിനെ ഒതുക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാരല്ല, പോലീസിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അങ്ങനെ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അഹങ്കാരം കൂടിയ വ്യക്തിത്വങ്ങൾ, ഈ മകളാണെങ്കിലും അച്ഛനാണെങ്കിലും, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര അഹങ്കാരം അവർക്കൊക്കെ ഉണ്ടെന്ന്. ഈ അഹങ്കാരികളെ ഇതുപോലെ മേയാൻ അനുവദിച്ച ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, പണവും അധികാരവും ഉള്ളവർക്ക് വേണ്ടിയാണ്. ഇതിനൊത്തു തുള്ളുന്ന കുറേ BJPക്കാരുമുണ്ട്, BJPയുടെ ഈ IT സെല്ലുമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ CPMനോ അല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും തുനിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഈ 2-3 പെൺകുട്ടികൾ അവർക്ക് എന്ത് നഷ്ടം വന്നാൽ ആർക്കെന്താണ്, അല്ലെങ്കിൽ അവർ പിന്നോക്ക നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്ക് എന്ത് പറ്റിയ ആർക്കെന്താ പ്രശ്നം. അതുകൊണ്ടായിരിക്കും ഇവരാരും ഈ കാര്യത്തിലൊരു അഭിപ്രായം പറയാത്തതും. അറ്റ്ലീസ്റ്റ് ഇതൊരു ഫെയർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ട്രയൽ ഇതിൽ നടക്കണം എന്നുള്ളതൊന്നും ആരും പറയാത്തത് അതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. ഇത്രയുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന പലരും ഈ കേരളത്തിലുണ്ടാവും. എന്തായാലും ആ പെൺകുട്ടികൾക്ക് വേണ്ടിയും നമുക്ക് സംസാരിക്കണം. അവർക്കൊരു ഫെയർ ട്രയൽ കൊടുക്കണം. അവർക്കൊരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ആ കാര്യത്തിൽ നടത്തണം. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇതുപോലൊരു മീഡിയ വിചാരണ, സോഷ്യൽ മീഡിയ വിചാരണ, അല്ലെങ്കിൽ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നവരെ വിചാരണ ചെയ്ത് ക്രിമിനൽസായിട്ട് മുദ്രകുത്തുന്ന ഈ രീതി ഒരിക്കലും നല്ല രീതിയല്ല. അത്രയും മാത്രം പറയുന്നു. താങ്ക് യു.